ഹരേ കൃഷ്ണ. മഹാഭാരതത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. എൻ്റെ വിനീതമായ നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ അശ്വത്ഥാമാവ് എത്ര വലിയ ക്രൂര പ്രവൃത്തികളാണ് ചെയ്തതെന്ന് നമ്മൾ പഠിച്ചു. നമുക്കെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പക്ഷെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ മഹാഭാരത ചർച്ചയിൽ നമ്മൾ പഠിച്ചു. രാത്രിയിൽ തന്നെ പാണ്ഡവ ശിബിരത്തിൽ കയറി എല്ലാവരെയും കൊല ചെയ്യുകയാണ്, ഒരു ദയയും ദാക്ഷിണ്യമില്ലാതെ. ഒരാൾ പോലും ജീവനോട് അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം അശ്വത്ഥാമാവ് അവിടുന്ന് ഇറങ്ങിയാണ്, ഒപ്പം കൃപാചാര്യനും കൃതവർമ്മയും. ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. ദുഷ്ടരായിട്ടുള്ള വ്യക്തികൾ എപ്പോഴും അവരവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. അശ്വത്ഥാമാവിൻ്റേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ടായിരുന്നു. അതേ അശ്വത്ഥാമാവിൻ്റെ കൂട്ട് നിന്നുകൊണ്ട് കൃതവർമ്മയ്ക്കും കൃപാചാര്യർക്കും അതിന് കൂട്ട് നിൽക്കേണ്ടി വന്നു. അതിൽ നിന്നും പിന്തിരിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നതെന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ആ കൂട്ടുകെട്ട് നമ്മളെ ഏതവസ്ഥയിലേക്ക് എത്തിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കൃപാചാര്യനും കൃതവർമ്മയും പറഞ്ഞു, നമ്മൾ ദൂരെ നിൽക്കത്തേ ഉള്ളൂ, പക്ഷെ എന്നാലും ദൂരെ നിന്നാലും ഇനി അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പാവം യോദ്ധാക്കളെയും കൃതവർമ്മയും കൃപാചാര്യനും കൂടെ ചേർന്ന് കൊല്ലുകയാണ്, ഒരു കാര്യമില്ലാതെ. വളരെയധികം ക്രൂരപ്രവൃത്തിയാണ് അശ്വത്ഥാമാവ് ചെയ്തത്. അതിൻ്റെ ഭവിഷ്യത്ത് എന്തായാലും അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. എന്നെന്നും അശ്വത്ഥാമാവിനെ നമ്മൾ ഓർക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കും, അല്ലേ? അത്രയ്ക്ക് നീചപ്രവൃത്തിയാണ് അശ്വത്ഥാമാവ് ചെയ്തത്. പിന്നെ വളരെ നമ്മളെ എല്ലാവരെയും ഷോക്ക് അടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അശ്വത്ഥാമാവ് ചെന്നപ്പോൾ അവിടെ മഹാദേവനെ കാണുകയാണ്. മഹാദേവൻ തന്നെയാണ് വാൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും മഹാദേവൻ ഇതിന് കൂട്ടിവയ്ക്കുകയല്ലേ, അപ്പോൾ പിന്നെ അശ്വത്ഥാമാവ് ചെയ്തതിൽ എന്താ തെറ്റ്? ഇല്ല, ഇതും ഭഗവാന്റെ ഒരു പ്ലാനായിരുന്നു. മറ്റുള്ള യോദ്ധാക്കളും മരിക്കേണ്ടതായിട്ടുള്ളൊരു യോഗം അവർക്കുണ്ട്. പക്ഷെ എന്നിരുന്നാലും അശ്വത്ഥാമാവ് ചെയ്ത തെറ്റിന് അശ്വത്ഥാമാവ് അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്, കർമ്മത്തിൻ്റെ സങ്കീർണതകൾ പരമവിദ്വാനായിട്ടുള്ള വ്യക്തികളെ പോലും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത്, സംഭ്രമത്തിലാക്കുമെന്നാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് നമുക്കൊരിക്കലും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമുക്കൊരു ഗുരുവിൻ്റെ ആവശ്യമുള്ളത്. ആധികാരികമായിട്ടുള്ളൊരു ഗുരു ശിഷ്യ പരമ്പരയിലൂടെ ആ ഗുരുവിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയുന്നത്. ഭക്തിയിൽ നമ്മൾ മുന്നേറുമ്പോൾ എപ്പോഴും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാകണമെന്ന് നിർബന്ധമില്ല. പ്രതികൂല സാഹചര്യങ്ങളുണ്ടാവും. കാരണം നമ്മൾ എവിടെ പോയാലും നമ്മുടെ കർമ്മങ്ങൾ നമ്മളെ പിന്തുടരുമല്ലോ. നമ്മളൊരു ഭഗവാന്റെ ധാമത്തിൽ താമസിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ കർമ്മങ്ങൾ നമ്മളെ പിന്തുടരും. അപ്പോൾ ആ കർമ്മങ്ങളെ, കർമ്മഫലങ്ങളെ, കർമ്മപ്രതികരണങ്ങളെ എങ്ങനെ നേരിടണം, അവിടെയാണ് നമുക്ക് ഗുരുവിൻ്റെ ഗൈഡൻസ് വരുന്നത്. പക്ഷെ നമ്മൾ പൊതുവെ ഭഗവാനെയും ഗുരുവിനെയൊക്കെ സ്വീകരിക്കുന്നത് നമ്മുടെ സമയം വളരെ അനുകൂലമായിട്ടിരിക്കുമ്പോഴാണ്. നമ്മുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് എന്തെങ്കിലും നടക്കുമ്പോൾ നമ്മൾ ഗുരുവിനെയും ഭഗവാനെയൊക്കെ റിജക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ആ ഒരു പ്രവണത നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, ഇത്രയും കാലവും നമ്മൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ഇനിയെങ്കിലും ഒന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മാർഗത്തിലൂടെ പോയി സഞ്ചരിച്ചൂടെ? പൊതുവേ നമ്മൾ നിധി കിട്ടാൻ വേണ്ടി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരടിയും കൂടെ കുഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിധി കിട്ടും. പക്ഷെ അപ്പോഴാണ് നമ്മൾ എല്ലാം ഇട്ടിട്ട് പോകുന്നത്. അതാണ് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന്. അതായത് നമുക്ക് മഹാഭാരതത്തിലേക്ക് കിടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തി. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ. ശ്രീരൂപം സാഗ്രജാതം സഗുണരഘുനാഥാം വിതം തം സജീവം
സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാം സഹഗണലളിത ശ്രീവിശാഖാന്വിതം നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനെ നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാ ദാമോദരനഗ്രഹരാമധാരിണി നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശകാരിണേ നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനെ ശ്രീഭാഷപാരവീ ദേവി ദൈതായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭവേ നമഃ മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമസ്തുതേ നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരതവസിദ്ധാന്തദ്വന്ദ്വഹാരിണേ നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയെ വിപ്രണംബരസാംബുദേ പാദാംബുജായതേ നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനെ ഗൗരശക്തി സ്വരൂപായ രൂപാനുഗരായ ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനെ ഗുരുദ്വസേ നമഃ പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിരം വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതി ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തേ യഥാം സുരദോപങ്കോർമമ മന്ദവതേർഗതി മത്സർവസ്വപാദാംബുജോ രാധാമതി നമോ നമഃ ദിവ്യത്വൃന്ദാരണ്യകൽപദ്വമദ ശ്രീമത് രത്നാകാര സിംഹാസനസ്ഥ ശ്രീമദ് രാധാശീലഗോവിന്ദദേവോ പ്രേഷ്ഠാലഭി സേവ്യമാനോ സ്മരാമി ശ്രീമന്ദാസരസാരം ദേവം ശ്രീവടത്തരസ്ഥിത കർഷൻവേണുസ്മരേർ ഗോപീർ ഗോപിനാഥ ശ്രീസ്തന തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുദേവേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഗൗരഭക്തവൃന്ദ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം 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 ഹരേ ഹരേ മുഖം കരോതി വാചാലം ഭംഗം ലംഘായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. അശ്വത്ഥാമാവ് ശിബിരത്തിൽ വന്ന് എല്ലാവരെയും കൊന്നു. അതിനുശേഷം എന്താ സംഭവിക്കുന്നത് നോക്കാം. കൗരവ ശിബിരത്തിലായിരുന്നല്ലോ പാണ്ഡവർ. കാരണം പാണ്ഡവർ ജയിച്ചതുകൊണ്ട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ കൗരവ ശിബിരത്തിൽ തന്നെ താമസിക്കണമെന്ന് ഭഗവാൻ പാണ്ഡവരോട് പറഞ്ഞിരുന്നു. അത് പ്രകാരമായിരുന്നു പാണ്ഡവർ കൗരവ ശിബിരത്തിൽ താമസിച്ചത്. ബാക്കിയുള്ള യോദ്ധാക്കളെല്ലാവരും പാണ്ഡവ ശിബിരത്തിൽ. അങ്ങനെ പാണ്ഡവർ സൂര്യോദയത്തിന് മുമ്പായിട്ട് എഴുന്നേറ്റു. കൗരവ ശിബിരത്തിൽ പ്രാതകർമ്മങ്ങളൊക്കെ ചെയ്തു, സന്ധ്യാവന്ദനമൊക്കെ ചെയ്തു. അതെല്ലാം പൂർത്തീകരിച്ച ആ സമയത്ത് ദൃഷ്ടദ്യുമ്നൻ്റെ സാരഥി ഓടി വരികയാണ് ശിബിരത്തിലേക്ക്. ഒരുവിധം ആ സാരഥിയെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് ആ സാരഥി നടന്ന സംഭവങ്ങളൊക്കെ വിവരിക്കുകയാണ്. പറഞ്ഞു, രാജാവേ, ദ്രൗപദി പുത്രന്മാരും ദ്രുപദപുത്രനായ ദൃഷ്ടദ്യുമ്നനും വധിക്കപ്പെട്ടിരിക്കുകയാണ്. അശ്വത്ഥാമ കൃപാചാര്യ കൃതവന്മ ഏറ്റവും ക്രൂരപ്രവൃത്തി ചെയ്തിരിക്കുകയാണ്. നമ്മളെല്ലാവരും യോദ്ധാക്കൾ ഉറങ്ങുന്ന സമയത്ത് ഒരു ദയയില്ലാതെ എല്ലാവരെയും കൊന്നു. അശ്വത്ഥാമ സാക്ഷാൽ മരണത്തെ പോലെ വന്ന് എല്ലാവരെയും വാളുകൊണ്ട് അറുത്തു കൊന്നു. ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെയും കൊന്നു. ഞാൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഞാൻ എങ്ങനെയൊക്കെയോ ആ ശിബിരത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് അങ്ങയുടെ അടുത്ത് ഇത് പറയാൻ വേണ്ടി മാത്രമേ വന്നിരിക്കുക. ഇത് കേട്ടോടനെ യുധിഷ്ഠിരൻ ഭൂമിയിൽ വീഴുകയാണ്, കരയാൻ തുടങ്ങി. യുധിഷ്ഠിരൻ്റെ ഈ കരച്ചിൽ കേട്ടിട്ട് ബാക്കിയുള്ള പാണ്ഡവ സഹോദരന്മാർ ഓടി വരികയാണ്.
യുധിഷ്ഠിരൻ അവരോടും പറയുകയാണ് നടന്ന സംഭവങ്ങളൊക്കെ. അവരും ഭൂമിയിൽ വീണ് കരയാൻ തുടങ്ങിയ യുധിഷ്ഠിരൻ ഉറക്കെ പറയാം, ശത്രുക്കളെ നമ്മൾ തോൽപ്പിച്ചിട്ടും നമ്മൾ തോറ്റിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ബന്ധുക്കളെ എല്ലാവരെയും നഷ്ടപ്പെട്ട യുദ്ധത്തിൽ, എന്നിട്ടൊരു സമാധാനമെങ്കിലും ഉണ്ടായിരുന്നു. ആ സമാധാനം കൂടെ ഇപ്പം പോയിരിക്കുകയാണ്. നമ്മുടെ മക്കളും സുഹൃത്തുക്കളും എല്ലാവരും മരിച്ചത് പിന്നെ ഈ ഒരു യുദ്ധത്തിൽ ജയിച്ചതുകൊണ്ട് എന്ത് സുഖമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഒരു കപ്പൽ വലിയൊരു സമുദ്രം താണ്ടി, പക്ഷേ ഒരു കുളത്തിൽ ചെന്ന് പൊളിഞ്ഞു വീണതുപോലെ ആയിപ്പോയി. ദ്രൗപദിയുടെ അവസ്ഥ എന്തായിരിക്കും? സ്വന്തം മക്കൾ മരിച്ചു എന്ന് കേട്ട് സ്വന്തം മക്കളെ ക്രൂരമായിട്ട് ഇങ്ങനെ കൊല ചെയ്തു എന്നറിയുമ്പോൾ ദ്രൗപദിയുടെ അവസ്ഥ എന്തായിരിക്കും? യുധിഷ്ഠിരൻ നകുലിനോട് പറഞ്ഞു, ദ്രൗപദി എത്രയും പെട്ടെന്ന് പാണ്ഡവ ശിബിരത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് നടന്ന സംഭവങ്ങൾ ദ്രൗപദിയോട് പറയാം എന്ന് യുധിഷ്ഠിരൻ തീരുമാനിക്കാം. നകുലൻ പോയതിനു ശേഷം ബാക്കിയുള്ള സഹോദരന്മാർ യുധിഷ്ഠിരനെ ആശ്വസിപ്പിച്ചു. ശിബിരത്തിൽ നിന്ന് പുറത്തിറങ്ങി രഥത്തിൽ കയറി പാണ്ഡവരോടും സാത്വികയും പാണ്ഡവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ പാണ്ഡവ ശിബിരത്തിലേക്ക് പോവുകയാണ്. ശിബിരത്തിൽ കയറിയ ഉടൻ തന്നെ ചുറ്റും ശവങ്ങൾ കൂടിക്കിടക്കുന്നതായിട്ട് കാണുകയാണ്. എത്രയോ പേരുടെ തലകൾ, കൈകൾ, കാലുകൾ, മൃഗങ്ങളും പക്ഷികളും എല്ലാ ശവങ്ങളെയും കടിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കവചമില്ലാതെ നിരായുധരായിട്ട് നിന്ന് അവരെ കൊന്നു എന്ന് കണ്ടപ്പോൾ അവർ ചുറ്റും നോക്കുമായിരുന്നു. ഈ കുറ്റകൃത്യം ചെയ്ത ആരെങ്കിലും അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്ന്. അശ്വത്ഥാമാവോ വേറെ ആരും അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ കരഞ്ഞുകൊണ്ട് അവർ ശിബിരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ തലയറ്റ് കിടക്കുന്ന 5 ശവങ്ങളെ കാണുകയാണ്, 5 കിടക്കയിലായിട്ട്. അത് കണ്ടതോടുകൂടി യുധിഷ്ഠിരൻ അലറി കരയുകയാണ്. ഇതിനെല്ലാം കാരണക്കാരൻ ഞാൻ തന്നെയാണെന്ന് യുധിഷ്ഠിരൻ ചിന്തിച്ചുകൊണ്ട് ഭൂമിയിൽ വീണ്ടും വീഴുകയാണ്. യുധിഷ്ഠിരൻ്റെ സഹോദരങ്ങളെല്ലാവരും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും നകുലൻ ദ്രൗപദി ദേവിയായിട്ട് ശിബിരത്തിലേക്ക് കയറുകയാണ്. സ്വന്തം മക്കളുടെ ആ ശവങ്ങൾ കണ്ട ഉടൻ തന്നെ ദ്രൗപദി ദേവി ഭൂമിയിൽ വീഴുകയാണ്. ഭീമസേനൻ ഒരുവിധം ദ്രൗപദി ദേവി പൊക്കിയെടുക്കുകയാണ്. പക്ഷെ എന്നിട്ടും ദ്രൗപദി ദേവി വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ദ്രൗപദി ദേവി കരഞ്ഞു ഒരു പരിഭവമാവുകയാണ്. ഭീമൻ ഇപ്പോഴും ദ്രൗപദി ദേവി പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. അപ്പം ദ്രൗപദി ദേവി പറഞ്ഞു, യുധിഷ്ഠിര രാജാവേ, ഭാഗ്യം കൊണ്ടാണ് അങ്ങേക്ക് ഈ സാമ്രാജ്യം ലഭിച്ചത്. ശത്രുക്കളെല്ലാം തോൽപ്പിച്ചു. ഭാഗ്യം കൊണ്ടാണ് സുഭദ്രാപുത്രൻ്റെ ആ മരണത്തിൻ്റെ വിഷമത്തിൽ നിന്നും ഒരുവിധം നമുക്ക് പുറത്തു വരാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മുടെ സ്വന്തം കുട്ടികളെ തന്നെ ഏറ്റവും ക്രൂരമായിട്ടുള്ള രീതിയിൽ അവർ കൊന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്തത്. അത് ഓർക്കും തോറും എനിക്ക് വിഷമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനിതിന് ശിക്ഷ കൊടുത്തില്ല എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മരിക്കാം. ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു, മരണം വരെ ഞാൻ ഉപവാസം ഇരിക്കാം ഇതിനവന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തില്ലെങ്കിൽ. ഇത്രയും പറഞ്ഞിട്ട് ദ്രൗപദി ദേവി പത്മാസനത്തിൽ ഇരുന്നിട്ട് കൈകളെല്ലാം ചിന്മുദ്രയിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, അശ്വത്ഥാമാവിൻ്റെ നെറ്റിയിലുള്ള രത്നം കൊണ്ടുവരാതെ, അവനെ ഒരു മൃഗത്തെ പോലെ കൊല്ലാതെ ഞാൻ ഇവിടുന്ന് അനങ്ങത്തില്ല എന്ന് ദ്രൗപദി പറയുക. യുധിഷ്ഠിരൻ ദ്രൗപദി ദേവി ആശ്വസിപ്പിക്കുന്നു. ദ്രൗപദി ദേവി ഭീമസേനെ നോക്കിയിട്ട് പറഞ്ഞു,
ഭീമസേന ക്ഷത്രിയധർമ്മത്തെ മറക്കാതെ എത്രയും പെട്ടെന്ന് അവനെ വധിക്കുക. അങ്ങേപ്പോലെ ശക്തനായിട്ട് ഈ ലോകത്ത് വേറെ ആരുമില്ല. എപ്പോഴും എനിക്കൊരു ആശ്രയമായിട്ട് അങ്ങ് മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അങ്ങ് തന്നെയാണ് അങ്ങയുടെ സഹോദരന്മാർക്ക് ഒരു ആശ്രയം. അതിനെല്ലാം ഓർത്തുകൊണ്ട് ദ്രോണപുത്രനെ കൊല്ലൂ. കരഞ്ഞുകൊണ്ടായിരുന്നു ദ്രൗപദി ദേവി ഇത് പറഞ്ഞത്. ദ്രൗപദി ദേവി കരഞ്ഞു മുഖം മറച്ചു, തല കുനിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദ്രൗപദി ദേവിക്ക് സ്വന്തം മക്കളുടെ ആ ശവത്തെ നോക്കാൻ മനസ്സ് വരുന്നില്ല. നെഞ്ചത്തടിച്ചുകൊണ്ട് ദ്രൗപദി ദേവി കരഞ്ഞ് വീഴുകയാണ്. ഭീമസേനൻ അശ്വത്ഥാമാവ് ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതോടുകൂടി ഭീമൻ്റെ ദേഷ്യം വർദ്ധിച്ചു. ദേഷ്യത്താൽ ദീർഘശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭീമസേനൻ ഗദയെടുത്തു. ഇപ്പോഴും അതിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുക. ദുര്യോധനുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്നുള്ള രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നകുലിനോട് പറഞ്ഞു, നീ എൻ്റെ സാരഥിയാകൂ എന്ന് പറഞ്ഞ് ശിബിരത്തിൽ നിന്ന് പുറത്തേക്ക് ഓടുകയാണ്. എന്നിട്ട് വേഗം രഥത്തിൽ കയറി മുന്നോട്ട് പോവുകയാണ്. നിമിഷങ്ങൾക്കകം ശിബിരത്തിൽ നിന്നും ദൂരെ പോയി. ദുര്യോധന ഭീമസേനന് നന്നായിട്ട് അറിയാമായിരുന്നു അശ്വത്ഥാമാവ് തീർച്ചയായിട്ടും മരണത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്ന ദുര്യോധനെ കാണാൻ പോയി കാണും. എന്നിട്ട് ഹസ്തിനപുരിയിലേക്ക് യാത്രയായി കാണും. അതുകൊണ്ട് കാറ്റിൻ്റെ വേഗതയിൽ ഹസ്തിനപുരിയിലേക്ക് നകുലൻ രഥം കൊണ്ടുപോവുകയാണ്. അതിൻ്റെ തൊട്ടു പുറകിലായിട്ട് ഭഗവാൻ കൃഷ്ണൻ അവിടെ എത്തുകയാണ്. ഭീമസേനൻ അശ്വത്ഥാമാവിനെ അന്വേഷിച്ച് പോയി എന്ന് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, യുധിഷ്ഠിര, ഭീമസേനൻ അങ്ങേക്ക് വളരെ പ്രിയപ്പെട്ട ആളാണെന്ന് അറിയാലോ. അങ്ങൊന്നും പ്രവർത്തിക്കാതെ എന്താണ് ഇവിടെ നിൽക്കുന്നത്? അങ്ങേക്കറിയാം ദ്രോണർ അശ്വത്ഥാമാവിന് ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രം കൊടുത്തിരിക്കുന്നു. ആ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രം ത്രിലോകങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ളതാണ്. ദ്രോണർ പറഞ്ഞിട്ടുണ്ട് ഈ അസ്ത്രം ഒരിക്കലും ഉപയോഗിക്കരുതെന്ന്. പക്ഷേ ഈ ഒരു നിർണായക ഘട്ടത്തിൽ അവൻ ചിലപ്പം ഭീമനെതിരെ ഈ അസ്ത്രം ഉപയോഗിക്കും. അശ്വത്ഥാമ ഒഴികെ അർജുനന് മാത്രമേ ഈ അസ്ത്രം ലഭിച്ചിട്ടുള്ളൂ. അർജുനന് മാത്രമേ അതിനെ തടയാൻ കഴിയൂ. അതുകൊണ്ട് ഇനി സമയം പാഴാക്കി കളയരുത്. എത്രയും പെട്ടെന്ന് അർജുനനോട് പറയൂ ഭീമൻ്റെ പുറകെ പോകാൻ, ഞാനും കൂട്ടത്തിൽ പോകാം. ഇത് കൂടാതെ ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനോട് വേറൊരു സംഭവം കൂടെ പറയുകയാണ്. ദ്വാരകയിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം. അതായത് അശ്വത്ഥാമാവിൻ്റെ ആ ഒരു സ്വഭാവത്തെക്കുറിച്ച് ഭഗവാൻ പറയുകയാണ്. അശ്വത്ഥാമ എത്ര നാണം കെട്ട ഒരു സ്വഭാവമുള്ള ആളാണ്, ക്രൂര മനോഭാവമുള്ള ആളാണെന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു അവിടെ. അത് ഇങ്ങനെയാണ് സംഭവിച്ചത്. ഭഗവാൻ പറയുന്നു, ഭഗവാന്റെ സുദർശന ചക്രത്തെ പോലെ ശക്തമായിട്ട് വേറൊരു അസ്ത്രമില്ല എന്ന് മനസ്സിലാക്കി അശ്വത്ഥാമ ഒരിക്കൽ ദ്വാരകയിലേക്ക് പോയിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനോട് പറയുക, ഞാൻ എൻ്റെ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രം അങ്ങേക്ക് തരാം, എന്നിട്ട് സുദർശന ചക്രം എനിക്ക് തരാം. അപ്പോഴും ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നാ പിടിച്ചോ എൻ്റെ സുദർശന ചക്രം. നീ അത് എനിക്ക് ബ്രഹ്മശിരസ്സൊന്നും വേണ്ട, എനിക്ക് അതിന് പകരമായിട്ട് നീ ഒന്നും തരണ്ട, നീ കയ്യിൽ വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അശ്വത്ഥാമാവിൻ്റെ സമ്പൂർണ്ണ ശക്തി ഉപയോഗിച്ചിട്ടും ആ ചക്രത്തെ ഒന്ന് തൊടാൻ പോലും പറ്റിയില്ല. അവസാനം അശ്വത്ഥാമ ഒരു ഉദ്യമനത്തിൽ നിന്ന് പിന്മാറി. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ചോദിച്ചു, എന്തിനായിരുന്നു നിനക്ക് സുദർശന ചക്രത്തിൻ്റെ ആവശ്യം? അശ്വത്ഥാമ പറഞ്ഞു, എങ്ങനെയെങ്കിലും എനിക്ക് ആ ചക്രത്തെ പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ അങ്ങേ യുദ്ധത്തിൽ വെല്ലുവിളിച്ചേനെ. എന്നിട്ട് അങ്ങയെ തോൽപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ചക്രം പിടിച്ചുകൊണ്ട് ഞാൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ശക്തനായിട്ടുള്ള യോദ്ധാവായി മാറിയത്. അന്നേരം ഭഗവാൻ പറഞ്ഞു, അതുകൊണ്ട് എന്തായാലും അവനെ തടഞ്ഞേ പറ്റൂ. അവൻ വളരെ നീച ക്രൂര പ്രവൃത്തിയുള്ളവനാണ്, അവനെ എത്രയും പെട്ടെന്ന് നമുക്ക് തടയണം. യുധിഷ്ഠിരൻ അംഗീകരിച്ചു. ഭഗവാൻ കൃഷ്ണൻ ദ്രൗപദിയെ ആശ്വസിപ്പിച്ചു, ദ്രൗപദി ദേവിയെ. എന്നിട്ട് യുധിഷ്ഠിരൻ്റെ മുമ്പിൽ നമസ്കരിച്ചിട്ട് ശിബിരത്തിൽ നിന്ന് പുറത്തു പോയി. എന്നിട്ട് ഭഗവാന്റെ തൊട്ട് പുറകിലായിട്ട് അർജുനനും പോവുകയാണ്. അപ്പോൾ അർജുൻ പോകുന്നതിന് മുമ്പ് ദ്രൗപദി ദേവിയോട് പറഞ്ഞു, ദേവി, ഞാൻ അവൻ്റെ തല അറുത്തു കൊണ്ടുവരും, ദേവിയുടെ മുമ്പിൽ അവൻ്റെ തല കൊണ്ടുവരും.
എന്നിട്ട് നിന്നെ ആശ്വസിപ്പിക്കാം. അവൻ്റെ തലയിൽ ചവിട്ടിക്കൊണ്ട് നിനക്ക് കുട്ടികളുടെ ശേഷക്രിയ ചെയ്തതിനു ശേഷം സ്നാനം ചെയ്യാം എന്ന് അർജുൻ പറയുക. എന്നിട്ട് അർജുൻ അവിടുന്ന് ഇറങ്ങിയാണ്. ഒരു ബ്രാഹ്മണനെ കൊല്ലാൻ പാടില്ല, പക്ഷേ ബ്രാഹ്മണ്യ പ്രവർത്തികളിൽ നിന്നും അധപ്പതിച്ചിരിക്കുകയാണെന്നു അശ്വത്ഥാമ. അപ്പോഴേക്കും ഭഗവാന്റെ സാരഥി ദാരുകൻ രഥം തയ്യാറാക്കി ശിബിരത്തിന് പുറത്തേക്കാണ്. ആ രഥത്തിൽ ഭഗവാന്റെ പ്രധാനപ്പെട്ട 4 കുതിരകളെയും കെട്ടിയിരിക്കുകയാണ്. ശൈബ്യൻ, സുഗ്രീവൻ, മേഘപുഷ്പം, ബാലഹകൻ. അങ്ങനെ അവർ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണനും അർജുനും രഥത്തിലേക്ക് കയറുകയാണ്. എന്നിട്ട് ദാരുകൻ തന്നെ രഥം ഓടിക്കുകയാണ്. ദാരുകൻ രഥത്തെ മുന്നോട്ട് നീക്കി അതിവേഗതയിൽ രഥം മുന്നോട്ട് പോവുകയാണ്. ഭഗവാന്റെ കൊടിയടയാളം, ഗരുഡൻ്റെ ആ കൊടിയടയാളം നന്നായി തിളങ്ങുകയായിരുന്നു. ഒരുപാട് രത്നങ്ങൾ പതിപ്പിച്ച ആ കൊടിയടയാളം കാറ്റത്തിങ്ങനെ വീശുകയായിരുന്നു. അതിവേഗതയിൽ അശ്വത്ഥാമാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നിമിഷങ്ങൾക്കകം അവർ ഭീമനെ കണ്ടു. അതിവേഗതയിൽ അശ്വത്ഥാമാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഈ 2 രഥങ്ങളും ഗംഗാതീരത്തേക്ക് പോവുകയാണ്. ഗംഗാതീരത്തേക്ക് എത്തിയപ്പോൾ അവർ അശ്വത്ഥാമാവിനെ കണ്ടു. ഒരു കൂട്ടം ഋഷികളുടെ നടുവിലായിട്ട് ദ്രോണപുത്രൻ അവരുടെ ആശ്രയം സ്വീകരിച്ചിരിക്കുകയായിരുന്നു. കാരണം ബ്രാഹ്മണരും ഋഷിമാരും കൂടി ചേർന്ന് പാണ്ഡവരിൽ നിന്നും അശ്വത്ഥാമാവിനെ രക്ഷിക്കുമെന്ന് അശ്വത്ഥാമ കരുതി. കാരണം അശ്വത്ഥാമന് നന്നായിട്ടറിയാം ത്രിലോകങ്ങളിൽ എങ്ങും അശ്വത്ഥാമന് ഒളിക്കാൻ കഴിയില്ല ഭഗവാൻ കൃഷ്ണനും അർജുനിൽ നിന്നും. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണരുടെ സംരക്ഷണത്തിൽ കഴിയുകയായിരുന്നു. കാരണം ബ്രാഹ്മണരെ പാണ്ഡവർ എപ്പോഴും ബഹുമാനിക്കുമല്ലോ. അന്നേരം ഒരു മാൻതോലും ധരിച്ചുകൊണ്ട് ബ്രാഹ്മണരുടെ ഇടയിൽ ഇരിക്കുകയാണ് അശ്വത്ഥാമ. ഭീമൻ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി അലറിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അശ്വത്ഥാമ കണ്ടു ഭീമസേനൻ വരുന്നതായിട്ട്. അർജുനെയും കൃഷ്ണനെയും കണ്ടു, ശ്രീകൃഷ്ണ ഭഗവാനെയും കണ്ടു രഥത്തിലായിട്ട്. ഇപ്പോഴേക്കും അശ്വത്ഥാമാവിൻ്റെ ഉള്ളിൽ നിന്ന് ആ മഹാദേവൻ്റെ ശക്തി അപ്രത്യക്ഷമായിരിക്കുന്നു. അതുകൊണ്ട് അശ്വത്ഥാമന് നന്നായി ഭയം തോന്നി. 2 പാണ്ഡവരെയും ഭഗവാൻ കൃഷ്ണനെ ഒന്നിച്ചു കണ്ടപ്പോൾ ഉടൻ തന്നെ അശ്വത്ഥാമാവ് ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രത്തെ ഓർത്തു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അശ്വത്ഥാമന് ഒരു ആശ്രയം. ഉടൻ തന്നെ ഒരു കുശപ്പുല്ലെടുത്ത് അശ്വത്ഥാമാവ് ബ്രഹ്മശിരസിൻ്റെ ആ മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. ഇത് കണ്ട ഉടനെ ഭഗവാൻ കൃഷ്ണൻ ഭീമനെ വിളിച്ചു. ഭീമ നിൽക്കൂ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഭഗവാൻ പറഞ്ഞതുകൊണ്ട് ഭീമൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അശ്വത്ഥാമാവ് ആ അസ്ത്രത്തെ ആവാഹിച്ചു. ഉടൻ തന്നെ ഒരു പ്രത്യേകതരം തിളക്കം എല്ലാ ദിശകളിലും വ്യാപിച്ചു. എല്ലാ തരത്തിലുള്ള ബ്രഹ്മാസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള അസ്ത്രമാണ് ബ്രഹ്മശിരസ്. ആ അസ്ത്രത്തിൻ്റെ ശക്തി അശ്വത്ഥാമാവ് സ്വയം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. അർജുനും ആ അസ്ത്രം കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ആ അസ്ത്രം കണ്ടുടൻ തന്നെ അർജുനൻ ഭഗവാൻ കൃഷ്ണനെ സ്തുതിച്ചു. പറഞ്ഞു, ഭഗവാനെ, അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. അങ്ങയുടെ ശക്തികൾക്ക് ഒരു പരിമിതികളുമില്ല. അങ്ങയുടെ കാരുണ്യത്താൽ ഭക്തരുടെ ഉള്ളിൽ ഉള്ള എല്ലാ ഭയവും അങ്ങ് അകറ്റാറുണ്ട്. ഭൗതിക ദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മോക്ഷത്തിൻ്റെ മാർഗത്തിലേക്ക് പോകാൻ കഴിയും. ഈ ലോകത്തിലുള്ള എല്ലാ മായകൾക്കും അപ്പുറത്താണ് അങ്ങ്. അങ്ങേക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല. അങ്ങ് എത്രയും പെട്ടെന്ന് കാരുണ്യപൂർവ്വം എന്നോട് പറയൂ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിൽ ഈ പ്രകാശം എന്താണ്? അപ്പം ഭഗവാൻ പറഞ്ഞു, അർജുന, ഇത് ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രമാണ്. ആ നീചനായ അശ്വത്ഥാമാവ് മരണത്തെ ഭയപ്പെട്ടുകൊണ്ട് ആ അസ്ത്രം എറിഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ അത് പിന്തിരിപ്പിക്കാനുള്ള കഴിവ് അവനില്ല. ഭഗവാന് നന്നായിട്ട് അറിയാമായിരുന്നു ദ്രോണാചാര്യർ പൂർണ്ണമായിട്ടുള്ള അറിവ് അശ്വത്ഥാമാവിന് കൊടുത്തിട്ടില്ല അത് ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ച്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവ അത് ദുരുപയോഗം ചെയ്യുമെന്ന് ഭഗവാൻ അറിയാമായിരുന്നു. ഈ ലോകം മുഴുവൻ നശിക്കുമെന്ന് ഒരു ചിന്ത പോലും അശ്വത്ഥാമ ചിന്തിച്ചില്ല. ഭഗവാൻ കൃഷ്ണ അർജുനോട് പറഞ്ഞു, ഈ അസ്ത്രത്തെ തടുക്കാനായിട്ട്
നീ നിൻ്റെ ബ്രഹ്മാസ്ത്രത്തെ അയക്കാൻ പറഞ്ഞു. ആ അസ്ത്രം അയക്കുന്നതിലൂടെ ഈ 2 അസ്ത്രങ്ങളും കൂടെ ഒന്നിക്കും. എന്നിട്ട് നീ ഒന്നിച്ചതിനെ പിന്തിരിപ്പിക്കാൻ പറഞ്ഞു. ഉടൻ തന്നെ അർജുനൻ ഭഗവാൻ കൃഷ്ണൻ്റെ തൃപ്പാദത്തെ തൊട്ട് നമസ്കരിച്ചു. എന്നിട്ട് ബ്രഹ്മാസ്ത്രത്തെ ആവാഹിക്കുകയാണ്. അന്നേരം ആ അസ്ത്രം അയച്ച ഉടൻ തന്നെ അശ്വത്ഥാമാവിൻ്റെ അസ്ത്രമായിട്ട് കൂട്ടിമുട്ടുകയാണ്. വലിയൊരു പ്രകാശവളയം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. സ്വർഗലോകം വരെ വ്യാപിച്ചു. രണ്ടാമതൊരു സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പോലെ തോന്നി. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭസ്മമാക്കുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ചൂട്. ആ സമയത്ത് വ്യാസമഹർഷി അവിടെ ഉണ്ടായിരുന്നു, ഗംഗാതീരത്തായിട്ട്. ഈ 2 ബ്രഹ്മാസ്ത്രങ്ങളുടെയും ശക്തി കണ്ടിട്ട് വ്യാസമഹർഷിക്ക് ഭയം തോന്നി. ഉടൻ തന്നെ അശ്വത്ഥാമാൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രാഹ്മണ, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ എന്തിനാണ് ഈ അസ്ത്രം അയച്ചിരിക്കുന്നത്? ഇത് ലോകത്തെ മുഴുവൻ നശിപ്പിക്കും. എത്രയും പെട്ടെന്ന് ഇതിനെ പിന്തിരിപ്പിക്കൂ. അശ്വത്ഥാമ ഋഷിയെ നോക്കി, പക്ഷെ മറുപടി ഒന്നും പറഞ്ഞില്ല. കാരണം ഇതിനെ പിന്തിരിപ്പിക്കാനുള്ള വഴി അശ്വത്ഥാമൻ അറിയത്തില്ലായിരുന്നു. പക്ഷെ വേറൊരു ദിശയിലേക്ക് അയക്കാൻ അശ്വത്ഥാമൻ അറിയായിരുന്നു. അശ്വത്ഥാമൻ നോക്കി, അർജുനെയും ഭഗവാൻ കൃഷ്ണനെയും കൊല്ലാനുള്ള ആ ഒരു ലക്ഷ്യം പാളിപ്പോയി എന്ന് അശ്വത്ഥാമന് മനസ്സിലായി. അശ്വത്ഥാമാവിൻ്റെ ശക്തികളൊന്നും അർജുൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് മനസ്സിലായി. അശ്വത്ഥാമാവിന് മനസ്സിലായി മരണത്തിൽ നിന്ന് അധികം ദൂരെയല്ല എന്ന്. പാണ്ഡവർ എന്തായാലും ഒരു കാര്യം അശ്വത്ഥാമാവിനോട് കാണിക്കത്തില്ല എന്നും അറിയാം. അതുകൊണ്ട് വളരെയധികം ദുഃഖിതനായും എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടതുകൊണ്ട് ക്രൂരനായ അശ്വത്ഥാമാവിന് ഉടനെ ഉത്തരാദേവിയെ ഓർമ്മ വന്നു. അഭിമന്യുവിൻ്റെ ഭാര്യ ഗർഭവതിയായിരുന്നു. കുരുവംശത്തിലെ അവസാനത്തെ കുട്ടിയെ ഉത്തര ഗർഭത്തിൽ ചുമക്കുകയാണ്. ഉടൻ തന്നെ അശ്വത്ഥാമാവിൻ്റെ മനസ്സ് ക്രൂരത കൊണ്ട് നിറഞ്ഞു. എന്നിട്ട് അവൻ ചിന്തിക്കുകയാണ്, ഈ കുരുവംശമായിരുന്നു എൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണം. ഇനി എന്നെയും കൊല്ലാൻ അവർ തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് കുരുവംശത്തിലെ അവസാനത്തെ വ്യക്തിയെ ഞാൻ കൊന്നുകൊണ്ട് തന്നെ പോകാം. എന്നിട്ട് അശ്വത്ഥാമ ഉത്തരാദേവിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു, പ്രത്യേകിച്ച് ഗർഭത്തിലുള്ള ആ ശിശുവിനെ. എന്നിട്ട് ആ ബ്രഹ്മാസ്ത്രത്തെ പാണ്ഡവ ശിബിരത്തിലേക്ക് അയക്കുകയാണ്. അവിടെ ഉത്തരാദേവി ഉണ്ടായിരുന്നു. അശ്വത്ഥാമാവിൻ്റെ ഈ ഉദ്ദേശത്തെ മനസ്സിലാക്കാതെ അർജുനൻ ബ്രഹ്മാസ്ത്രത്തെ പിന്തിരിപ്പിക്കാനുള്ള മന്ത്രങ്ങൾ ഉരുവിടുകയാണ്. ഉടൻ തന്നെ ആകാശത്തിലെ ആ പ്രഭാവളയം അപ്രത്യക്ഷമാണ്. ആപത്ത് പോയി എന്ന് മനസ്സിലായപ്പോൾ വ്യാസദേവൻ വീണ്ടും ഋഷിമാരുടെ ഇടയിലേക്ക് പോവുകയാണ്. അവരെല്ലാവരും കൂടെ ഭഗവാന് വേണ്ടി യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ പാണ്ഡവ ശിബിരത്തിൽ ഉത്തരാദേവിക്ക് വലിയ ഭയം തോന്നുകയാണ്. എന്താണ് ഈ ഭയത്തിന് കാരണമെന്ന് ഉത്തരാദേവിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ എന്തോ ഒരു വസ്തു ഉത്തരാദേവിക്കെതിരെ വരുന്നതായിട്ട് ഉത്തരാദേവിക്ക് മനസ്സിലായി. ഇപ്പോഴും വളരെ ചെറുപ്രായമാണ് ഉത്തരാദേവിക്ക്. കാരണം അഭിമന്യുമായിട്ട് വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് യുദ്ധം ആരംഭിച്ചത്. ദേവി പെട്ടെന്ന് ഭൂമിയിലേക്ക് വീണു, കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ഭഗവാൻ കൃഷ്ണനെ സ്തുതിച്ചു. ഭഗവാൻ കൃഷ്ണൻ മാത്രമായിരുന്നു ഉത്തരാദേവിക്കൊരാശ്രയം. കൈകൂപ്പി തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, ജഗന്നാഥ, അങ്ങാണ് ഏറ്റവും വലിയ യോഗേശ്വരൻ, എന്നെ രക്ഷിക്കൂ. അങ്ങല്ലാതെ ഈ ഒരു ആപത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ വേറെ ആരുമില്ല. ഇപ്പോഴും ഭഗവാൻ കൃഷ്ണൻ അർജുനുമായിട്ട് രഥത്തിലിരിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണന് അശ്വത്ഥാമാവിൻ്റെ ഉദ്ദേശം മനസ്സിലായി. ഉടൻ തന്നെ ഭഗവാന്റെ ശക്തിയെ വിസ്തരിച്ചു. രണ്ടാമതായിട്ട് ഭഗവാൻ ഒരു രൂപമെടുത്ത് ദേവിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നിട്ട് ആ കുഞ്ഞിനെ മൊത്തത്തിൽ മൂടുകയാണ്. ആ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രം എത്തിയ ഉടൻ തന്നെ ഭഗവാൻ കൃഷ്ണൻ അതിനെ നിർവീര്യപ്പെടുത്തുകയാണ്. എന്നിട്ട് അത് ആകാശത്തിലേക്ക് അപ്രത്യക്ഷമാണ്. ബാക്കിയുള്ള ഉത്തരാദേവിയെ പരിചരിക്കുന്ന ബാക്കിയുള്ള തോഴിമാരും ബാക്കിയുള്ള രാജകുമാരിമാരും
എന്തോ ഒരു വാൽനക്ഷത്രം വീണ്ടും ആകാശത്തേക്ക് പോകുന്ന പോലെ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുകയാണ്. അവർക്ക് മനസ്സിലായി ഭഗവാൻ കൃഷ്ണൻ തീർച്ചയായിട്ടും മരണത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി. ബ്രഹ്മാസ്ത്രത്തെ പിന്മാറ്റിയതിന് ശേഷം അർജുനൻ അടുത്തൊരു അസ്ത്രം അശ്വത്ഥാമനെതിരെ എറിയുകയാണ്. അതിലൂടെ അശ്വത്ഥാമ ബന്ധിതനാവുകയാണ്. ഭഗവാന്റെ രഥത്തിൽ നിന്ന് ചാടി അശ്വത്ഥാമൻ്റെ അടുത്തേക്ക് ഓടി അശ്വത്ഥാമൻ്റെ മുടി പിടിച്ച് വലിച്ചഴച്ച് രഥത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആ നിമിഷം തന്നെ അർജുനന് അശ്വത്ഥാമനെ കൊല്ലാമായിരുന്നു. പക്ഷേ ഗുരുവിൻ്റെ മകനായതുകൊണ്ട് കൊല്ലാൻ തോന്നിയില്ല. അർജുനൻ അശ്വത്ഥാമാവിനെ വെറുതെ വിടുന്നു എന്ന് കണ്ടിട്ട് ഭഗവാൻ പറഞ്ഞു, പാർത്ഥ, നീ ഒരു കാരുണ്യം അവനോട് കാണിക്കരുത്. അവർ ബ്രാഹ്മണനല്ല, സാധുവായിട്ടുള്ള കുട്ടികളെ ഉറക്കത്തിൽ അവൻ കൊന്നതാണ്. ഇത് അധർമ്മമാണ്. അവൻ വലിയൊരു പാപമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ അവനെ കൊല്ലുകയാണെന്ന്. ഇത് നീ ചെയ്തില്ലെങ്കിൽ അവൻ എന്തായാലും നരകയാതനകൾ അനുഭവിക്കേണ്ടി വരും. അതുകൂടാതെ നീ ദ്രൗപദിക്ക് വാക്കും കൊടുത്തതാണ്. അതായത് നിൻ്റെ മക്കളെ കൊന്ന ആ കൊലപാതകിയുടെ തല അറുത്ത് കൊണ്ടുവരുമെന്ന്. അതുകൊണ്ട് നീ ഒട്ടും പിന്തിരിയരുത്. നിൻ്റെ എല്ലാ ബന്ധുക്കളെയും ഇവൻ ക്രൂരമായിട്ട് കൊന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിൻ്റെ കൈകൊണ്ട് മരണമാണ് അവ അർഹിക്കുന്നത്. അവൻ്റെ കുലത്തെയും എല്ലാത്തിനും വലിയ ഒരു കളങ്കമായി മാറിയിരിക്കുകയാണ്. അവനെ എത്രയും പെട്ടെന്ന് കൊല്ലുമെന്നുള്ളത്. അശ്വത്ഥാമനെ രഥത്തിലേക്ക് വലിച്ചഴിച്ച് എറിയും. എന്നിട്ട് അർജുൻ പറയും, എനിക്ക് അവനെ കൊല്ലാൻ കഴിയില്ല കൃഷ്ണ. എൻ്റെ ഗുരുവിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ എങ്ങനെയാണ് അത് ചെയ്യുക? അങ്ങ് ആജ്ഞാപിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ യുധിഷ്ഠിരൻ തീരുമാനിക്കട്ടെ, ദ്രൗപദിയും തീരുമാനിക്കട്ടെ ഇവനോട് എന്താ ചെയ്യേണ്ടതെന്ന്. ഭഗവാൻ അത് അംഗീകരിച്ചു. ദാരുകൻ ഉടൻ തന്നെ രഥത്തെ മുന്നോട്ട് നീക്കി. നിമിഷങ്ങൾക്കൊക്കെ അവർ വീണ്ടും പാണ്ഡവ ശിബിരത്തിലേക്ക് എത്തുകയാണ്. ഭീമൻ അവിടെ എത്തി. അർജുനൻ അശ്വത്ഥാമായി വലിച്ചഴിച്ച് യുധിഷ്ഠിരൻ്റെയും ദ്രൗപദി ദേവിയുടെയും മുമ്പിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഇതാണ് നമ്മുടെ കുട്ടികളെ കൊന്നവൻ്റെ, ഇവനാണ് നമ്മുടെ കുട്ടികളെ കൊന്നത്. ഇവനോട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ദ്രൗപദി ദേവി ഉടൻ തന്നെ അശ്വത്ഥാമാവനോട് കാരുണ്യം തോന്നിയ. അശ്വത്ഥാമ തലകുനിച്ചിങ്ങനെ ഇരിക്കാം. പക്ഷെ എന്നിട്ടും പാവം ദ്രൗപദി ദേവി അശ്വത്ഥാമാവിൻ്റെ മുമ്പിൽ കൈ കൂപ്പി നിൽക്കുക. നോക്കണേ, സ്വന്തം മക്കളെ കൊന്ന ആളാണ്. അങ്ങനെ പാണ്ഡവർ എത്രത്തോളം ധർമ്മിഷ്ഠരാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെയാണോ കൗരവർ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. പൊതുവെ പാണ്ഡവരെ കുറ്റം പറയുന്നവർ പാണ്ഡവരുടെ സ്വഭാവത്തെക്കുറിച്ചൊന്ന് അറിയും. സ്വന്തം മക്കളെ കൊന്ന അശ്വത്ഥാമ മുന്നിൽ നിൽക്കുമ്പോഴും ദ്രൗപദി ദേവി നമസ്കരിക്കുകയാണ്. ആർക്ക് ഇത് ചെയ്യാൻ പറ്റും? മനസ്സിലായില്ലേ? ദ്രൗപദി ദേവി നേരത്തെ വിഷമം കൊണ്ട് പറഞ്ഞു അശ്വത്ഥാമൻ്റെ തലയറുത്ത് കൊണ്ടുവരുമെന്ന്. പക്ഷേ ആ അശ്വത്ഥാമനെ മുന്നിൽ കണ്ടപ്പോഴത്തേക്ക് ദ്രൗപദി ആളിനെ ക്ഷമിക്കുകയാണ്. എന്തുകൊണ്ട്? ഇത് നമ്മുടെ ഗുരുവിൻ്റെ പുത്രനാണ് എന്നാണ് ദ്രൗപദി ദേവി. കൂടാതെ ബ്രാഹ്മണനാണ്. അന്നേരം ദ്രൗപദി ദേവി കൈ കൂപ്പിയിട്ട് പറയുകയാണ്, ആളിനെ വെറുതെ വിടൂ. കാരണം നമ്മുടെ ഗുരുവിൻ്റെ മകനാണ്. മകൻ എന്ന് പറഞ്ഞാൽ അച്ഛനെ പ്രതിനിധീകരിക്കുന്നു. പിന്നെ ദ്രോണാചാര്യ മരിച്ച സമയത്ത് ദ്രോണാചാര്യയുടെ ഭാര്യയായ കൃപി ദേഹത്യാഗം ചെയ്തില്ല. കാരണം മകൻ ഉണ്ടായതുകൊണ്ട്. അശ്വത്ഥാമനെ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ പിന്നെ കൃപി കൂടുതൽ ദുഃഖത്തിലാണ്ട് പോകും. അത് അധർമ്മമായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ അനുഭവിക്കുന്ന ദുഃഖം കൃപി ഒരിക്കലും അനുഭവിക്കരുത്. അതുകൊണ്ട് പിന്നെ അതുകൂടാതെ ബ്രഹ്മഹത്യ പാവവും നമുക്ക് ലഭിക്കരുത്. അതിലൂടെ ഒരു രാജകുടുംബം മുഴുവൻ ഭസ്മമാകും. ഇത് കേട്ടിട്ട് യുധിഷ്ഠിരൻ പറയുകയാണ്, ദേവി അങ്ങ് പറഞ്ഞത് ശാസ്ത്രാനുസൃതമാണ്. പക്ഷെ അതേ സമയത്ത് അർജുനും നകുല സഹദേവന്മാരും അത് അംഗീകരിച്ചു. പക്ഷെ ഭീമൻ അംഗീകരിച്ചില്ല. ഭീമൻ പറഞ്ഞു, ഇവനോട് നമ്മൾ ഒരു കാരുണ്യവും കാണിക്കേണ്ട ആവശ്യമില്ല. ഉറങ്ങിക്കിടന്ന യോദ്ധാക്കളെ ഒരു കാരുണ്യവും കാണിക്കാതെ ഇവൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി കൊന്നിരിക്കുകയാണ്. ഇവനെ കൊല്ലുക എന്നത് തന്നെയാണ് അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യം.
എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് ഭീമൻ ദേഷ്യം കൊണ്ട് ഇടിച്ചു കൊല്ലാനായിട്ട് അശ്വത്ഥാമൻ്റെ അടുത്തേക്ക് വരികയാണ്. കണ്ണൊക്കെ തുറച്ച് ചുമന്നുകൊണ്ട് പല്ലൊക്കെ കടിച്ചു പിടിച്ചുകൊണ്ട്. ദ്രൗപദി ഉടനെ ഇടയ്ക്ക് വന്നു. എന്നിട്ട് ഇപ്പോഴും അശ്വത്ഥാമാവിന് മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ല, താഴെ കുനിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഭഗവാൻ കൃഷ്ണൻ ഭീമൻ്റെ തോളത്ത് കൈവച്ചു. എന്നിട്ട് ശാന്തനാമൻ പറഞ്ഞു. എന്നിട്ട് അർജുനോട് പറഞ്ഞു, ഒരു ബ്രാഹ്മണൻ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ ബ്രാഹ്മണനെ കൊല്ലാൻ പാടില്ല. പക്ഷേ ഒരു ബ്രാഹ്മണൻ ആദതായി ആണെങ്കിൽ, ആദതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീചപ്രവൃത്തി, അതായത് ഒരാളുടെ വീട് കത്തിക്കുന്നു, നിരായുധരായിട്ട് നിൽക്കുന്ന ആളിനെ കൊല്ലുന്നു, അങ്ങനെയുള്ള വളരെ ക്രൂരപ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അവനെ എന്തായാലും കൊല്ലണം. ഇതും ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അനുയോജ്യമായിട്ടുള്ള കാര്യം നീ ചെയ്യും. നീ ദ്രൗപദിക്ക് കൊടുത്ത വാക്കും പാലിക്കണം. പക്ഷെ അതുകൂടാതെ ഭീമസേനെയും സമാധാനിപ്പിക്കണം, എന്നെയും സമാധാനിപ്പിക്കണം. കാരണം ഞാനും ആഗ്രഹിക്കുന്നു ഇവൻ വധിക്കപ്പെടണമെന്ന്. ഞാനും ഭീമസേനും ആഗ്രഹിക്കുന്നു അശ്വത്ഥാമാനെ കൊല്ലണമെന്ന്. ഭഗവാൻ കൃഷ്ണനെ അർജുൻ നോക്കി. ആ സമയത്ത് ഭഗവാന് 4 കൈകൾ വന്നു. കാരണം 2 കൈ കൊണ്ട് ദ്രൗപദി ദേവി ആശ്വസിപ്പിക്കുന്നു, അതേസമയത്ത് ഭീമനെ തടയുകയും ചെയ്യുകയാണ്. അപ്പോൾ ഭഗവാന്റെ വാക്കുകളിലൂടെ ഭഗവാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അർജുന് മനസ്സിലാവുകയാണ്. അശ്വത്ഥാമാവിനെ കൊല്ലുകയും ചെയ്യണം, പക്ഷെ കൊല്ലാനും പാടില്ല. ഉടൻ തന്നെ അർജുൻ നല്ല മൂർച്ചയുള്ള വാളെടുത്ത് അശ്വത്ഥാമാവിൻ്റെ മുടി അറക്കുകയാണ്. തലയിലുണ്ടായിരുന്ന ആ നാരായണ ഹരേ കൃഷ്ണ, ക്ഷമിക്കണം. അശ്വത്ഥാമാവിൻ്റെ ശിരസിൽ ഒരു അമൂല്യമായിട്ടുള്ള ഒരു രത്നം ഉണ്ടായിരുന്നു. ആ രത്നത്തെ പുറത്തെടുക്കുകയാണ്. അശ്വത്ഥാമാവിൻ്റെ എല്ലാ ശക്തിയുടെയും പുറകിൽ ആ രത്നമായിരുന്നു. അതെടുത്ത ഉടൻ തന്നെ അശ്വത്ഥാമ ബോധം കെട്ട് വീഴുകയാണ്. എന്നിട്ട് ആ രത്നത്തെ ദ്രൗപദി ദേവിയുടെ കൈ കൊടുത്തിട്ട് അർജുൻ പറയുകയാണ്, ദേവി, ഈ രത്നം അങ്ങ് സ്വീകരിക്കൂ. ഇപ്പോൾ അശ്വത്ഥാമ മരിച്ചതിന് തുല്യമാണ്. ഒരു ക്ഷത്രിയൻ്റെ മുടി അറക്കുകയാണെങ്കിൽ അത് അവനെ കൊല്ലുന്നതിന് തുല്യമാണ്. പതിതരായ ബ്രാഹ്മണരെ ശിക്ഷിക്കണമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അവരെ കൊല്ലണമെന്നൊരിക്കലും പറയുന്നില്ല. അർജുൻ്റെ വളരെ ബുദ്ധിപരമായിട്ടുള്ള ഈ പ്രവൃത്തിയെ ഭീമനും അഭിനന്ദിച്ചു. എല്ലാവർക്കും സന്തോഷമായി. എന്നിട്ട് ദ്രൗപദിയെ സമാധാനിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ അശ്വത്ഥാമൻ, ഇത് എല്ലാവരും ശ്രദ്ധിച്ചേക്കണം, എന്താണ് ഭഗവാൻ അശ്വത്ഥാമാനോട് പറഞ്ഞത്? ഇത്രയൊക്കെ ആയിട്ടും ഭഗവാനും സമാധാനമാവുന്നില്ല. ഇത്ര ഭഗവാൻ ഭക്തവത്സലനല്ലേ. കാരണം ഇവർക്ക് ആർക്കും അറിയാത്തൊരു കാര്യം അശ്വത്ഥാമ ചെയ്തു, അല്ലേ? അതാണ് ഭഗവാൻ ഇത്രയും ദേഷ്യം. ആ അസ്ത്രത്തിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ പറഞ്ഞപ്പോൾ അത് നേരെ ഉത്തരാദേവിയുടെ ഗർഭത്തിലേക്ക് അയക്കും. എത്ര വലിയ നീച പ്രവൃത്തിയാണ്, എല്ലാ ലിമിറ്റും ക്രോസ് ചെയ്യണം. അപ്പം ഭഗവാൻ അശ്വത്ഥാമനോട് പറയാം, ദ്രോണപുത്ര, എല്ലാ പണ്ഡിതന്മാർക്കും എന്നേക്കുമായിട്ട് അറിയാം നീ ഏറ്റവും വലിയ ഭീരുവും ഏറ്റവും വലിയ നീചനുമാണ്. നീ ചെയ്ത ഈ പ്രവൃത്തിയുടെ ഫലം നീ അനുഭവിക്കണം. 3000 വർഷം നീ ഭൂമിയിൽ കറങ്ങി നടക്കണം. ഒരു ദേഹം മുഴുവൻ രോഗം ബാധിച്ച് ഒറ്റയ്ക്ക് ആരോടും ഒന്നും മിണ്ടാതെ നിൻ്റെ ദേഹത്തിൽ നിന്നെല്ലാം ദുർഗന്ധം വ്യാപിക്കും. നീ ഉൾക്കാട്ടുകളിലേക്ക് ഒളിച്ചു താമസിക്കേണ്ടി വരും. ആരോരും താമസിക്കാത്ത വൃത്തികെട്ട സ്ഥലത്ത് നീ താമസിക്കേണ്ടി വരും. ആ കാലാവധി കഴിയുമ്പോൾ നീ ഉപരിലോകങ്ങളിലേക്ക് പോകും. അപ്പോൾ ചില വ്യക്തികൾ പറയുന്നില്ലേ, അശ്വത്ഥാമ ചിരഞ്ജീവിയാണ്. അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല. 3000 വർഷമാണ് ഭഗവാൻ പറഞ്ഞത്. അത് കഴിഞ്ഞു, അശ്വത്ഥാമ പോയി. 3000 വർഷം ഈ ഭൂമിയിൽ അലിഞ്ഞു കിടക്കണമെന്ന്. അന്നേരം മഹാഭാരതം നടന്നത് 5000 വർഷം മുമ്പെയാണ്. അന്നേരം ഭഗവാൻ ആ ഒരു കാലാവധിക്ക് ശേഷം
3000 വർഷം കഴിഞ്ഞു. 3000 വർഷത്തിന് ശേഷം അലഞ്ഞു നടന്നു. അതിനുശേഷം അശ്വത്ഥാമാവ് പോയി. അശ്വത്ഥാമാവും ഭീമസേനനും അർജുനനും ഭീമസേനനും അശ്വത്ഥാമനെ വലിച്ചഴച്ച് കെട്ടൊക്കെ അഴിച്ചിട്ട് ശിബിരത്തിൽ നിന്ന് പുറത്താക്കി. രത്നം നഷ്ടപ്പെട്ടു. ഭഗവാൻ നല്ലൊരു ശാപവും കൊടുത്തു. അതോടുകൂടി എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടു. എന്നിട്ട് ഒറ്റയ്ക്ക് ഉൾക്കാട്ടിലേക്ക് പോകും. ഈയിടയ്ക്ക് എന്തോ ഒരു സിനിമയൊക്കെ വന്ന് അതിൽ അശ്വത്ഥാമാവിനെ ഭയങ്കര ഹീറോ ആയിട്ട് ചിരഞ്ജീവിയായിട്ട് കാണും. മഹാഭാരത പ്രകാരം ആൾ 3000 വർഷം കഴിഞ്ഞപ്പോൾ തീർന്നു. അഥവാ 3000 വർഷം ആൾക്ക് ഒരു പവറും ഇല്ല. രത്നമൊക്കെ നഷ്ടപ്പെട്ടു. അത് കൂടാതെ അലഞ്ഞു നടക്കുകയാണ്. ദേഹത്തിൽ നിന്നെല്ലാം ദുർഗന്ധം വരികയാണ്. എന്നാലോചിച്ചു. അശ്വത്ഥാമ പോയതിനു ശേഷം യുധിഷ്ഠിരൻ ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കും, അശ്വത്ഥാമാവിന് എങ്ങനെയാണ് ഈ യോദ്ധാക്കളെല്ലാം കൊല്ലാൻ കഴിഞ്ഞത്? ആ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ദൃഷ്ടദ്യുമ്നനെയും ഇത്രയും യോദ്ധാക്കളെയും കൊന്നത്? കൃഷ്ണ, അവൻ്റെ ഉള്ളിൽ എന്ത് ശക്തിയാണ് കയറിയിരിക്കുന്നത്? അപ്പം ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, അശ്വത്ഥാമാവും മഹാദേവനെ കണ്ടു. മഹാദേവനിലൂടെ ആ ശക്തി ലഭിച്ചു എന്ന്. പക്ഷേ യുധിഷ്ഠിര, യഥാർത്ഥത്തിൽ ഈ യോദ്ധാക്കളുടെ എല്ലാം സമയം അടുത്തിരുന്നു. എൻ്റെ ഒരു തീരുമാനം കൂടെ ആയിരുന്നു ഇത്. അവരെല്ലാം ഉപരിലോകങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവരെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. പാണ്ഡവർ വനവാസത്തിലായിരുന്നപ്പോഴും അജ്ഞാതവാസത്തിലായിരുന്നപ്പോഴും ഇന്ദ്രപ്രസ്ഥം ലഭിച്ചപ്പോഴും ഇന്ദ്രപ്രസ്ഥം ലഭിക്കുന്നതിന് മുമ്പേ ഖാണ്ഡവനം ആയപ്പോഴും അവർക്ക് ഭഗവാനോടുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. ഒരേപോലെ ഭഗവാനിൽ വിശ്വാസമുണ്ട്. അത് ഞാൻ തുടക്കത്തിൽ അതാ പറഞ്ഞത്. ഭക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രമല്ല ഭഗവാനെ നമ്മൾ വിശ്വസിക്കേണ്ടത്. ഏത് സാഹചര്യത്തിലും നമ്മൾ ഭഗവാനിൽ ഉറച്ചിരിക്കണം. അതാണ് പാണ്ഡവരിൽ നിന്ന് പഠിക്കേണ്ടത്. പാണ്ഡവരെ ഭഗവാൻ രക്ഷിച്ചു, പക്ഷെ പാണ്ഡവരുടെ മക്കളെല്ലാം മരിച്ചു. അപ്പം വേണമെങ്കിൽ പാണ്ഡവർക്ക് പ്രതികരിക്കാമായിരുന്നു, ഭഗവാനെ അങ്ങ് അറിഞ്ഞുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്തത്, എന്തിനാ ഭഗവാൻ ഇങ്ങനെ ചെയ്തത് അല്ലേ? പക്ഷേ അങ്ങനെയൊന്നുമല്ല. അവരിപ്പോഴും ഭഗവാൻ പറയുന്ന സമാധാനത്തോടുകൂടി കേൾക്കാൻ തയ്യാറാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധു എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. വേറെ ഒന്നിനെ അവർ വില കൽപ്പിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം സ്നേഹമില്ലെന്നല്ല. സ്വന്തം മക്കളാണ് പോയത്, വിഷമില്ലാതിരിക്കുമോ? പക്ഷെ അവർ ഭഗവാന്റെ നിർദ്ദേശങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത്. എന്നാലോചിച്ചോ. അന്നേരം ഭഗവാനോട് ചോദിക്കുകയും ചെയ്തു, ഭഗവാൻ മറുപടി പറയുകയും ചെയ്തു, ശരിയാ എൻ്റെ തീരുമാനമായിരുന്നു. ഭഗവാന്റെ തീരുമാനം ഓക്കെ, അവിടെ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഭഗവാൻ പറഞ്ഞ അതിനപ്പുറമൊന്നുമില്ല. ഭഗവാൻ എന്ത് പറയുന്നു അത് ഓക്കെ. അതാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനെ ആശ്വസിപ്പിച്ചു. ഭഗവാന്റെ വാക്കുകൾ എല്ലാവരും കേട്ടു. അപ്പോഴേക്കും സൂര്യൻ നട്ടുച്ച സമയമായിരുന്നു. ഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പം യുധിഷ്ഠിരനൊരു സമാധാനമായി. യുധിഷ്ഠിരൻ സഹോദരങ്ങളോട് പറഞ്ഞു, ഗംഗാതീരത്ത് പോയി മക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി ശേഷക്രിയകൾ ചെയ്യണം. എല്ലാവരുടെയും ശവങ്ങൾ ആരുടെ എന്തൊക്കെയാണെന്ന് ഒന്നും അറിയത്തില്ല. അതുകൊണ്ടൊരു വെള്ള തുണിയിൽ എല്ലാവരുടെയും ശവങ്ങളെ ഇങ്ങനെ ചുറ്റി കവർ ചെയ്തിട്ട് അതിനെല്ലാം ഗംഗാതീരത്ത് കൊണ്ടുപോയി എല്ലാവരും വിഷമത്തോടു കൂടി കരഞ്ഞുകൊണ്ട് ശവങ്ങളെല്ലാം കൊണ്ടുപോവുകയാണ്. ഏറ്റവും മുന്നിലായിട്ട് സ്ത്രീകൾ നടക്കുകയാണ്. അതിൻ്റെ തൊട്ടുപുറകിലായിട്ട് 100 കണക്കിന് ബ്രാഹ്മണർ വേദമന്ത്രങ്ങൾ ഉരുവിടുകയാണ്. എന്നിട്ട് പോകുന്ന യാത്രയുടെ ഇടയിൽ കുശപ്പുല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയാണ്. അങ്ങനെ ഗംഗാതീരത്തെത്തി ശേഷക്രിയകൾ ആരംഭിക്കുകയാണ്.
ഹസ്തനപുരിയിൽ നിന്ന് അപ്പോഴേക്കും കുറേ സേവകരെ കൊണ്ടുവന്നിരുന്നു. അവരെല്ലാവരും കൂടെ ഈ ശവങ്ങളെയെല്ലാം അതിനായിട്ടുള്ള ചിത തയ്യാറാക്കുകയാണ് ഗംഗാതീരത്ത് തന്നെ. അപ്പോഴേക്കും സ്ത്രീകളെല്ലാം ഉറക്കെ കരയാൻ തുടങ്ങി. ബ്രാഹ്മണർ അവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് ചിതയ്ക്ക് തീ കൊളുത്തുകയാണ്. എല്ലാവരും ഗംഗയിലിറങ്ങി, നദിയിലിറങ്ങി ദേവിയെ നമസ്കരിച്ച് കുളിച്ച് പുറത്തു വരികയാണ്. എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞു. പാണ്ഡവരും ഭഗവാൻ കൃഷ്ണനും ഹസ്തിനപുരിയിലേക്ക് യാത്രയാകും. ഈ സമയത്ത് ധൃതരാഷ്ട്രരും ഗാന്ധാരിയും സഭയിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. ഭഗവാൻ പോയതിന് ശേഷം വീണ്ടും അവർ ദുഃഖത്തിലാണ്ടിരിക്കും. തല കുനിച്ച് ദീർഘശ്വാസം എടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ധൃതരാഷ്ട്രൻ. ഹരേ കൃഷ്ണ, ക്ഷമിക്കാൻ ഇടയ്ക്കൊരു കോൾ വന്നു, അതായിരുന്നു. നമുക്ക് ചർച്ച തുടരാം. ധൃതരാഷ്ട്രം ഗാന്ധാരിയും വളരെയധികം വിഷമത്തിലായിരുന്നു. ശാഖകളെല്ലാം നഷ്ടപ്പെട്ട ഒരു മരത്തെ പോലെയായിരുന്നു ധൃതരാഷ്ട്രയുടെ അവസ്ഥ. സഞ്ജയൻ സഭയിലേക്കെത്തി, സഭാമന്ദിരത്തിലേക്ക്. സഞ്ജയൻ ധൃതരാഷ്ട്രയെ അറിയിച്ചു ഞാൻ എത്തിയെന്ന്. ധൃതരാഷ്ട്രർ എഴുന്നേറ്റു സ്വാഗതം ചെയ്യാനായിട്ട്. എന്നിട്ട് വീണ്ടും വീഴുകയാണ്. സഞ്ജയൻ പിടിച്ചു എഴുന്നേൽപ്പിക്കുകയാണ് ധൃതരാഷ്ട്രരെ. എന്നിട്ട് പറഞ്ഞു, അങ്ങ് എന്താണ് കരയുന്നത് രാജാവേ? കരഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? 18 അക്ഷൗണി പടയാണ് തീർന്നിരിക്കുന്നത്. ഭൂമിയിൽ നിന്നും 100 കണക്കിന് രാജാക്കന്മാരാണ് ഇല്ലാതായിരിക്കുന്നത്. അങ്ങയുടെ എല്ലാ പുത്രന്മാരും മരിച്ചു. അങ്ങയുടെ എല്ലാ ബന്ധുക്കളും മരിച്ചു. സുഹൃത്തുക്കളും മരിച്ചു. ഉപദേശകരും മരിച്ചു. ഇനി അവർക്ക് വേണ്ടുന്ന ശേഷക്രിയകൾ അങ്ങ് ചെയ്യണം. ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? ധൃതരാഷ്ട്രർ കരഞ്ഞു, വീണ്ടും വീഴുകയാണ്. ധൃതരാഷ്ട്രം ഗാന്ധാരി ഒരുപാട് ദുഃഖത്തിലാണ്ടിരിക്കുകയാണ്. എത്രയോ ദിവസങ്ങളായിട്ട് രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല. സഞ്ജയൻ വീണ്ടും ധൃതരാഷ്ട്രയെ പൊക്കിയെടുക്കുകയാണ്. എന്നിട്ട് ധൃതരാഷ്ട്ര ആ സിംഹാസനത്തിലേക്ക് അങ്ങ് വീഴുകയാണ്. തൊണ്ടയെല്ലാം ഇടറി ആൾ പറയുകയാണ്, എൻ്റെ മക്കൾ പോയി, സുഹൃത്തുക്കൾ പോയി, എല്ലാ മന്ത്രിമാരും പോയി. ഇനി ഈ ഒരു മോശപ്പെട്ട അവസ്ഥയിൽ, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഞാൻ ഈ ഭൂമിയിൽ അലഞ്ഞു നടക്കണം. ഇങ്ങനെ ജീവിച്ചുകൊണ്ട് എന്താണ് എനിക്ക് പ്രയോജനം? എനിക്ക് നൽകിയ ഉപദേശങ്ങളൊന്നും ഞാൻ കേട്ടില്ല. ഞാൻ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ ശാന്തി പ്രസ്താവന കൊണ്ടുവന്നു. പാണ്ഡവരെ എങ്ങനെയെങ്കിലുമൊക്കെ സമ്മതിപ്പിച്ചു. പക്ഷെ എന്നിട്ടും ഞാനത് കേട്ടില്ല. ഭീഷ്മരും വിതുരരും ആ പ്രസ്താവന സ്വീകരിച്ചു. പക്ഷേ ഞാൻ എൻ്റെ ക്രൂരനായ മകൻ പറഞ്ഞത് മാത്രമേ കേട്ടുള്ളൂ. ഇപ്പോൾ അവനും മരിച്ചു. ഞാൻ ദുഃഖസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. പൂർവ്വജന്മത്തിൽ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത്. എന്നെപ്പോലെ ദുഃഖിതരായിട്ട് ഈ ഭൂമിയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? വിധി വല്ലാത്തൊരു ക്രൂരതയാണ് എന്നോട് കാണിച്ചിരിക്കുന്നത്. ഞാൻ എന്തായാലും എൻ്റെ ജീവൻ വെടിയാൻ പോവുകയാണ്. പാണ്ഡവർ വരുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ ഇല്ലാതായിരിക്കുന്നത് അവർ കാണട്ടെ. സഞ്ജയൻ തലകുലുക്കി പറഞ്ഞു, ഇതൊന്നും അല്ല വേണ്ടതോ. ഇങ്ങനെയുള്ള ധൃതരാഷ്ട്രയുടെ കുറേ കരച്ചിൽ കുറേ കേട്ടിരിക്കുന്നു സഞ്ജയൻ. ധൃതരാഷ്ട്രയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അങ്ങയുടെ ദുഃഖമെല്ലാം മാറ്റൂ രാജാവേ. വേദനിർദ്ദേശങ്ങളെല്ലാം അങ്ങേക്ക് നന്നായിട്ട് അറിയാം. മരണത്തെക്കുറിച്ചും മോക്ഷപ്രാപ്തിയെക്കുറിച്ചുമൊക്കെയാണ്. എല്ലാം അതിൻ്റെ വിധിപ്രകാരം നടന്നുകൊണ്ടേയിരിക്കും. അവരവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് അവരവർക്ക് കിട്ടുന്നത്.
അങ്ങയുടെ മക്കൾ ചെയ്ത കുറ്റത്തിനാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. പുത്രസ്നേഹത്താൽ അന്ധനായി അങ്ങയുടെ മകൻ പറയുന്ന മാത്രം അങ്ങ് കേട്ടു. പക്ഷെ അങ്ങയുടെ മകൻ എപ്പോഴും ക്രൂര നിർദ്ദേശങ്ങളെ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. ആ ഒരു നിങ്ങൾക്ക് വിവേചന ബുദ്ധി നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഈ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായത്. എത്രയോ പേര് അങ്ങേ ധർമ്മത്തിലേക്ക് തിരിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ അങ്ങ് ഒട്ടും കേട്ടില്ല. എത്രയും പണ്ഡിതനാണ് അങ്ങ്, വലിയ ബുദ്ധിമാനാണ്, പക്ഷെ എന്നാലും അങ്ങ് ഈ ഭൂമി ഭരിക്കാൻ യോഗ്യനല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കാരണം വിവേചന ബുദ്ധി അങ്ങേക്കില്ല. സഞ്ജയൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ധൃതരാഷ്ട്രരോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അങ്ങ് തന്നെയാണ് ഇതിന് കുറ്റക്കാരൻ. അതുകൊണ്ട് ഇനി എന്തായാലും പശ്ചാത്തപിച്ച് ഇരിക്കുകയല്ലാതെ വേറൊരു വഴിയില്ല. സഞ്ജയൻ പറഞ്ഞു, നല്ല കത്തിക്കൊണ്ടിരിക്കുന്ന കൽക്കരി സ്വന്തം മടിയിലെടുത്ത് വെച്ചിട്ട് അവസാനം പൊള്ളിയതിന് ശേഷം പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ട്. പാണ്ഡവരെന്ന് പറയുന്നത് തീയാണ്. ആ തീയാണ് നിങ്ങൾ മടിയിലെടുത്ത് വെച്ചത്. എന്നിട്ട് നിങ്ങളുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും അതിനെ ആളിക്കത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ഈയാമ്പാറ്റകളെ പോലെ ആ തീയിൽ നിങ്ങൾ ചാടി ഭസ്മമായി. ഇനിയിപ്പം കരഞ്ഞിട്ട് എന്താ കാര്യം എന്ന് സഞ്ജയൻ പറയുകയാണ്. കാരണം വിതുരർ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ആ വിതുരരുടെ ഭാഗത്ത് നിന്നും കൂടെ സഞ്ജയന് സംസാരിക്കേണ്ടി വരികയാണ്. വിതുരർ എപ്പോഴും നിർഭയത്തോടു കൂടി വളരെ സ്പഷ്ടമായിട്ട് സത്യമായിട്ട് പറയുക. അതേപോലെ തന്നെ സഞ്ജയനും പറഞ്ഞു, എഴുന്നേക്കൂ രാജാവേ, അങ്ങയുടെ കർത്തവ്യങ്ങൾ നിറവേറ്റും. ഇപ്പം കരഞ്ഞുകൊണ്ട് എന്ത് പ്രയോജനം? സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജീവജാലങ്ങളും ഒരിക്കൽ നശിക്കേണ്ടതാണ്. ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു ദിവസം താഴും. ഒന്നിക്കുന്നത് എന്തായാലും പിരിയേണ്ടി വരും. ജീവൻ എന്തായാലും മരണത്തിലേ അവസാനിക്കും. എല്ലാ ജീവജാലങ്ങളും ഒരു യാത്രയിലാണ്. യാത്ര മധ്യേ അവരവരുടെ സ്ഥലങ്ങളെത്തുമ്പോൾ ഓരോ വ്യക്തികളും ഇറങ്ങുന്നു. അതുകൊണ്ട് ഓരോ വ്യക്തികളുടെ സമയം അനുസരിച്ച് ഓരോ വ്യക്തികളും മരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആര് നേരത്തെ പോകുന്നു, ആര് പിന്നെ പോകുന്നു, അതിൽ നിരർത്ഥകമാണ്. എല്ലാവരും ഒരു ദിവസം പോകേണ്ടതാണ്. എന്തായാലും യുദ്ധത്തിൽ മരിച്ച് അങ്ങയുടെ മക്കൾ ഉപരി ലോകങ്ങളിലേക്കാണ് പോയിരിക്കുന്നത്. അത് നല്ല കാര്യമല്ലേ? കാരണം ക്ഷത്രിയരെ സംബന്ധിച്ചിടത്തോളം ക്ഷത്രിയ ധർമ്മം നിറവേറ്റിക്കൊണ്ട് മരിക്കുന്നതാണ് അവർക്ക് ഏറ്റവും വലിയ അനുയോജ്യമായിട്ടുള്ള പാരിതോഷികം. അതുകൊണ്ട് അങ്ങയുടെ മക്കളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത് നിരർത്ഥകമാണ്. അങ്ങനെ കരയുന്നതിലൂടെ അങ്ങയുടെ ദുഃഖം വർദ്ധിക്കുകയുള്ളൂ. ബുദ്ധിയില്ലാത്തവരാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കരുത്. സഞ്ജയൻ ഒരിക്കലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ധൃതരാഷ്ട്രയെ ഒരിക്കലും ഉപദേശിച്ചിട്ടില്ല. എത്ര പ്രാവശ്യം സഞ്ജയൻ പറഞ്ഞ കാര്യങ്ങളെ ധൃതരാഷ്ട്ര അവഗണിക്കുന്നുണ്ട്. എന്നിട്ടും ധൃതരാഷ്ട്രയുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ സഞ്ജയൻ എപ്പോഴും പറഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ ധൃതരാഷ്ട്രക്ക് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും ഉപദേശങ്ങളെ ഇനിയെങ്കിലും ഗൗരവത്തോടുകൂടി എടുക്കും എന്ന് സഞ്ജയൻ വിചാരിച്ചു. സഞ്ജയൻ കുറേ നേരം സംസാരിച്ചു. വേദങ്ങളിൽ നിന്നുള്ള വാക്കുകളൊക്കെ വിട്ടു. ഋഷികളിൽ നിന്ന് കേട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ധൃതരാഷ്ട്രർ വളരെ ശ്രദ്ധയോടുകൂടി അതെല്ലാം കേട്ടു. എന്നിട്ട് ധൃതരാഷ്ട്രരെ പ്രോത്സാഹിപ്പിച്ചു മുന്നോട്ട് പോകാനായിട്ട്. ആ വാക്കുകളൊക്കെ കേട്ട് ധൃതരാഷ്ട്രർക്ക് ഒരു ആശ്വാസം തോന്നി. സഞ്ജയൻ പറഞ്ഞു, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും അവരവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കണം. ലാഭത്തിന് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ ഈ ലോകത്ത് വീണ്ടും വീണ്ടും ജനിച്ച് ദുഃഖം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി മോക്ഷത്തിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാന് വേണ്ടി സമർപ്പിക്കണം. അതിലൂടെ മാത്രമേ കർമ്മബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ.
ആരാണോ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്നത് അവർ തീർച്ചയായിട്ടും മരണത്തിൽ നിന്ന് രക്ഷപ്പെടും. അവർ ശാശ്വതമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കും. ആരുടെ ഹൃദയമാണോ കാമത്താലും അത്യാഗ്രഹത്താലും ഭൗതിക സുഖഭോഗങ്ങളിൽ മഗ്നരായിട്ടിരിക്കുന്നത് അവർക്ക് കാലാതീതമായിട്ട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. ധൃതരാഷ്ട്രർ സഞ്ജയൻ്റെ ഓരോ വാക്കുകളും ഒരുപാട് പശ്ചാത്താപത്തെ ഉണർത്തി. സ്വയം ചെയ്ത മണ്ടത്തരങ്ങളെല്ലാം ധൃതരാഷ്ട്രർ ഓർത്ത് പശ്ചാത്തപിക്കുകയായിരുന്നു. സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു വീണ്ടും വീഴുകയാണ്. ഗാന്ധാരിയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധാരി ആ കരയുന്നതിൻ്റെ ഇടയിൽ സഞ്ജയൻ ധൃതരാഷ്ട്രരുടെ കണ്ണിൽ വെള്ളം തളിച്ച് വീണ്ടും സ്വബോധത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് വ്യാസമഹർഷി അവിടെ എത്തുകയാണ്. വ്യാസമഹർഷിയുടെ ആ തപസ് കൊണ്ട് വ്യാസമഹർഷി അതീവ തേജസ്വിയായിട്ട് കാണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആ തേജസ് ആ സഭയിൽ മൊത്തം വ്യാപിക്കുകയാണ്. വ്യാസമഹർഷി എത്തി എന്നറിഞ്ഞ ഉടൻ തന്നെ ധൃതരാഷ്ട്രർ ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, മഹർഷി, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഈ ലോകം നിരർത്ഥകമായി മാറിയിരിക്കുകയാണ്. മനുഷ്യജീവിതം ദുഃഖം മാത്രമേ ഉള്ളൂ. ഈ മനുഷ്യജീവിതമാണ് എല്ലാ ദുഃഖത്തിനും കാരണം. സ്വന്തം സമ്പത്ത് നഷ്ടപ്പെട്ടു, എല്ലാ ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ടു. മരണത്തോടുകൂടി മാത്രമേ ഈ വേദനയിൽ നിന്ന് എനിക്ക് മുക്തനാകാൻ കഴിയൂ. അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ എൻ്റെ ജീവൻ വെടിയുകയാണ്. എന്നിട്ട് വീണ്ടും ധൃതരാഷ്ട്ര ബോധം കിട്ടുകയാണ്. ഈ ഒരു അവസ്ഥയിൽ കണ്ടിട്ട് വ്യാസമഹർഷി പറഞ്ഞു, രാജാവേ, കൃഷ്ണ ക്ഷമിക്കണം, വേറൊരു കോള് വന്നതായിരുന്നു. ഈ ഒരു പരിതാപാവസ്ഥയിൽ ധൃതരാഷ്ട്രയെ കണ്ടപ്പോൾ വ്യാസമഹർഷി പറഞ്ഞു, രാജാവേ, ഞാൻ പറയുന്നത് കേൾക്കൂ. അങ്ങ് പണ്ഡിതനാണ്, ബുദ്ധിമാനാണ്, എല്ലാം അറിയാം. പിന്നെ എന്താണ് അങ്ങ് ശാസ്ത്രവചനങ്ങളെ മറക്കുന്നത്? അതുകൊണ്ട് അങ്ങയുടെ ബുദ്ധി ഉപയോഗിക്കൂ, ശാസ്ത്രവചനങ്ങളെ ഓർക്കൂ. ഈ ലോകത്തുള്ള എല്ലാം താൽക്കാലികമാണ്. പിന്നെ എന്തിനാണ് ഈ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത്? സമയമാണ്, കാലശക്തിയാണ് അങ്ങയുടെ മകനെ ഒരു നിമിത്തമായി ഉപയോഗിച്ച് ഈ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയത്. വിധിയെ ആർക്കും തടുക്കാൻ കഴിയില്ല. ഈ വിധിയെക്കുറിച്ച് ദേവന്മാർ രചിക്കുന്ന ഈ വിധിയെക്കുറിച്ച് ഞാനതിന് വിശദമായിട്ട് പറഞ്ഞു തരാം. അതിലൂടെ നിനക്ക് സമാധാനം കിട്ടുമെന്ന് വ്യാസമഹർഷി പറഞ്ഞു. അപ്പോൾ വ്യാസമഹർഷി പറയുന്നു, ദേവേന്ദ്രൻ്റെ സഭയിലായിരുന്നു ഒരിക്കൽ വ്യാസമഹർഷി. അവിടെ നാരദ മഹർഷി, ഭൂമിദേവി അവിടെ ഉണ്ടായിരുന്നു. അവിടെ സാക്ഷാൽ ഭഗവാനും വന്നിരുന്നു. എന്നിട്ട് ഭൂമിദേവി വന്ന് ഭഗവാനോട് പറയുകയായിരുന്നു, ഭഗവാനെ, ഭൂഭാരം ഒരുപാട് വർദ്ധിക്കുകയാണ്, അതുകൊണ്ട് ഒന്ന് ഭൂഭാരത്തെ അകറ്റിത്തരണമെന്ന്. അപ്പോൾ ഭഗവാൻ അവിടെ പറഞ്ഞിരുന്നു, ധൃതരാഷ്ട്രയുടെ 100 പുത്രന്മാരിലെ മൂത്ത പുത്രൻ നിൻ്റെ എല്ലാ ഭൂഭാരത്തെയും തീർക്കുന്നതായിരിക്കും. ആ ധൃതരാഷ്ട്രൻ്റെ മൂത്ത പുത്രനിലൂടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതായിരിക്കും. ആ പുത്രനെ സഹായിക്കാനായിട്ട് ദുഷ്ടന്മാരായിട്ടുള്ള എല്ലാ രാജാക്കന്മാരും ആളുടെ പക്ഷത്ത് ചേരും. ഇങ്ങനെ വളരെ ഭീകരമായിട്ടുള്ളൊരു യുദ്ധം നടക്കും. അതിലൂടെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നതായിരിക്കും. അധർമ്മികളിൽ എല്ലാം ഭൂമിയിൽ നിന്നും അകറ്റുന്നതായിരിക്കും ആ യുദ്ധത്തിലൂടെ. എന്നിട്ട് വ്യാസമഹർഷി പറഞ്ഞു, ദുര്യോധനൻ എന്ന് പറയുന്നത് കലിയുടെ തന്നെ ഒരു രൂപമാണ്. കലിയുഗത്തിൻ്റെ കാരണഭൂതനായിട്ടുള്ള വ്യക്തി, അതേ വ്യക്തി തന്നെയാണ് ദുര്യോധനായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും മരണങ്ങളുണ്ടായിരിക്കുന്നത്.
അതുകൊണ്ട് ധൃതരാഷ്ട്രം ഒരിക്കലും പാണ്ഡവരെ കുറ്റപ്പെടുത്തരുത്. അവരും ഭഗവാന്റെ നിമിത്തമായി മാറിയിരിക്കുകയാണ്. ഭഗവാന്റെ ഒരു നിമിത്തമായിട്ടാണ് അവരിതിലെല്ലാം ഈ ഭൂഭാരത്തെ തീർക്കാൻ വേണ്ടി ഭഗവാനെ സഹായിച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഈ യുദ്ധത്തെ അകറ്റാൻ വേണ്ടി അവർ ഒരുപാട് പരിശ്രമിച്ചു. പക്ഷെ ദുര്യോധനൊട്ടും കേട്ടില്ല. വ്യാസദേവൻ പറഞ്ഞു, ഞാനിപ്പോൾ ദേവന്മാരുടെ സഭയിൽ ചർച്ച ചെയ്യപ്പെട്ട ആ രഹസ്യമാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നീ ദുഃഖിക്കരുത്. ഇപ്പോൾ മരിച്ച എല്ലാവരും ഉപരിലോകങ്ങളിലേക്ക് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ ഭാരവും തീർന്നിരിക്കുകയാണ്. അതുകൂടാതെ ധർമ്മിഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരനാണ് ഇനി ഭൂമി ഭരിക്കുന്നത്. ഭൂമി വീണ്ടും ധർമ്മത്തിൻ്റെ പാതയിലേക്ക് തിരികുകയാണ്. അതുകൊണ്ട് എല്ലാ ദുഃഖത്തെയും അകറ്റും. കാരുണ്യമുള്ള യുധിഷ്ഠിരൻ അങ്ങയുടെ ഈ അവസ്ഥ കാണുകയാണെങ്കിൽ യുധിഷ്ഠിരൻ സ്വയം ദേഹത്യാഗം ചെയ്യും. അതുകൊണ്ട് അങ്ങേ നിയന്ത്രിക്കൂ. ഇനിയുള്ള കാലം തപസ്യയിൽ ജീവിക്കൂ. ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് തിരിയൂ. ഇത് കേട്ട് ധൃതരാഷ്ട്രം ഒരു ദീർഘശ്വാസം എടുത്തിട്ട് പറഞ്ഞു, മഹർഷി, എൻ്റെ മക്കളെക്കുറിച്ച് ഓർത്ത് ഞാൻ ദുഃഖത്തിലാണ്ട് പോയിരിക്കുകയാണ്. എൻ്റെ ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങയുടെ വാക്കുകൾ വീണ്ടും ജീവിക്കാൻ എനിക്കൊരു പ്രേരണ നൽകുകയാണ്. ദേവന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം നടന്നു എന്നതെനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് ഈ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റി. ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ധൃതരാഷ്ട്രം പറയുകയാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷം വ്യാസമഹർഷി അവിടെ നിന്ന് അപ്രത്യക്ഷമാകുകയാണ്. ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും ഒരാശ്വാസം തോന്നി. എന്നിട്ട് അവരുടെ അന്തപുരിയിലേക്ക് പോവുകയാണ് വിശ്രമിക്കാനായിട്ട്. ഹരേ കൃഷ്ണ. എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ഇന്നത്തെ മഹാഭാരതം ഇവിടെ തീരുകയാണ്. ഒരുപാട് പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി അല്ലേ? കമൻസിലിടൂ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ. ഇനി നാളത്തെ വീഡിയോയിൽ നമുക്ക് ഇനി എന്താണ് മുന്നോട്ട് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസിൽ നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു മഹാഭാരതം ക്ലാസ്സിനെ കുറിച്ച് ഇടുക. കൂടുതൽ പേരിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ അടിയനെ സഹായിക്കുക. ഹരേ കൃഷ്ണ.